ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകാഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ശ്രീമദ് ഭഗവത്ഗീതയിലെ 6-ാം അധ്യായത്തിലെ ആദ്യത്തെ 5 ശ്ലോകങ്ങൾ നോക്കാം. ശ്രീ ഭഗവാനുവാച അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതി യഃ സസന്യാസീ ച യോഗീ ച ന നിരഗ്നിർന ചാക്രിയഃ. അനാശ്രിതഃ കർമ്മഫലം കാര്യം കർമ്മ കരോതി യഃ സഹ സന്യാസീ ച യോഗീ ച ന നിരഗ്നിഃ ന ച അക്രിയഃ. അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതി യഃ. യഃ ഏതൊരാളാണോ കാര്യം കർമ്മ കരോതി കർത്തവ്യ കർമ്മത്തെ ചെയ്യുന്നത്. എങ്ങനെ ചെയ്യുന്നത്? അനാശ്രിത കർമ്മഫലം കർമ്മഫലത്തെ ആശ്രയിക്കാതെ ആരാണോ തൻ്റെ കർത്തവ്യ കർമ്മത്തെ ചെയ്യുന്നത്. സഹ സന്യാസി ച യോഗീ ച അയാൾ സന്യാസിയുമാണ് യോഗിയുമാണ് എന്നാണ് പറയുന്നത്. ന നിരഗ്നിഃ ന ച അക്രിയഃ അയാൾ അഗ്നിഹോത്രാദികൾ ചെയ്യാത്തവനായതുകൊണ്ടോ അല്ലെങ്കിൽ കർത്തവ്യകർമ്മത്തെ ചെയ്യാത്തവനായിട്ടോ ഒരിക്കലും സന്യാസിയോ യോഗിയോ ആകുന്നുമില്ല. സന്യാസം എന്ന പദത്തിന് അർത്ഥം സമ്യക് ന്യാസം, പൂർണ്ണമായ ത്യജിക്കൽ എന്നതാണ് ആ പദത്തിന് അർത്ഥം വരുന്നത്. ത്യാജ്യം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് എന്നുകൂടി ഇവിടെ വിശേഷമായി ഭഗവാൻ വിസ്തരിക്കുകയാണ്. എന്താണ് ത്യജിക്കേണ്ടത്? കർമ്മഫലത്തെയാണ് ത്യജിക്കേണ്ടത്. കർമ്മം ചെയ്യണം, പക്ഷേ കർമ്മഫലത്തെ ത്യജിക്കണം. അങ്ങനെയുള്ളവനാണ് സന്യാസിയും യോഗിയും ഒക്കെ ആയിത്തീരുന്നത്. നിഷ്കാമ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവൻ യോഗിയായി തീരുന്നു, അല്ലെങ്കിൽ കർമ്മയോഗിയായിത്തീരുന്നു. അതുവഴി ജ്ഞാനയോഗത്തിന് അയാൾ പ്രാപ്തനായിത്തീരുന്നു, അല്ലെങ്കിൽ അതിന് യോഗ്യനായിത്തീരുന്നു. എന്നാൽ ഏതൊരാളാണ് തൻ്റെ എല്ലാ കർമ്മങ്ങളെയും ഉപേക്ഷിച്ച് കർത്തവ്യകർമ്മങ്ങളെ പോലും ചെയ്യാതെ ഗൃഹസ്ഥാശ്രമത്തിൽ ഇരിക്കുന്നവൻ അഗ്നിഹോത്രാദികൾ ചെയ്യണം എന്നാണ് പറയുന്നത്. നിത്യവും ചെയ്യേണ്ടതായ കർമ്മങ്ങളാണ് അഗ്നിഹോത്രം. അതും ചെയ്യാതെ തന്നാൽ ചെയ്യപ്പെടേണ്ടതായ കർമ്മങ്ങളെയും ചെയ്യാതിരിക്കുന്ന ഒരാൾ ഒരിക്കലും ഒരു സന്യാസിയോ അല്ലെങ്കിൽ യോഗിയോ ആകുന്നില്ല. കുറച്ചുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ, നമ്മൾ ഒരു സന്യാസിയെ കാണുന്നു. അയാളുടെ രൂപവും ഭാവവും വേഷവും എല്ലാം കൊണ്ട് അയാൾ സന്യാസിയാണ് എന്ന് നമുക്ക് തോന്നുമായിരിക്കാം. പക്ഷേ അയാൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ സന്യാസിക്ക് അനുരൂപം അല്ലെന്ന് വരികിൽ അയാളെ എങ്ങനെയാണ് സന്യാസി എന്ന് മനസ്സിലാക്കാൻ പറ്റുക? അതായത് പ്രത്യക്ഷത്തിൽ കാണുന്ന ആ വേഷവിധാനങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ ആളുടെ രൂപം കൊണ്ടോ ഒന്നും നിശ്ചയിക്കപ്പെടുവാൻ കഴിയുന്നതല്ല സന്യാസം അല്ലെങ്കിൽ യോഗം എന്ന് പറയുന്നത്. നിരന്തരമായി കർത്തവ്യ കർമ്മങ്ങളെയെല്ലാം അനുഷ്ഠിച്ച് അത് നിഷ്കാമ കർമ്മത്തിലേക്ക് എത്തി അങ്ങനെ കർമ്മയോഗിയായി പിന്നീട് ജ്ഞാനയോഗത്തിലേക്ക് എത്തുന്ന ഒരാൾ ആ യോഗമാർഗത്തിലൂടെ മുന്നോട്ട് പോകാൻ യോഗ്യനായിത്തീരുന്നു. അല്ലാതെ എല്ലാ കർമ്മങ്ങളും ഉപേക്ഷിച്ച് അഗ്നിഹോത്രാദികൾ പോലും ചെയ്യാതെ ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളെ സന്യാസിയെന്നോ യോഗിയെന്നോ ഒന്നും പറയാൻ സാധ്യമല്ല എന്നാണ് ഭഗവാനോട് പറയുന്നത്. ഇനി കർത്തവ്യ കർമ്മങ്ങൾ എന്തെല്ലാം എന്ന് വിചിന്തനം ചെയ്താൽ, നമ്മുടെ ശരീരത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ കർമ്മങ്ങൾ എന്തെല്ലാമോ, അതായത് നമ്മളെ പരിപോഷിപ്പിച്ച മാതാപിതാക്കന്മാരും അവരുടെ ബന്ധത്തിലുള്ളവരും അല്ലെങ്കിൽ അവരുടെ അച്ഛനമ്മമാരും ഒക്കെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരെല്ലാം സംരക്ഷിക്കേണ്ടതും പരിചരിക്കേണ്ടതും ഒക്കെ നമ്മളുടെ കർത്തവ്യ കർമ്മങ്ങളാണ്. ഇപ്പോൾ ഉള്ള
ആളുകളുടെ ജീവിതശൈലിയെല്ലാം വെച്ച് നോക്കുമ്പോൾ അപ്രകാരമുള്ള യാതൊരു ധാർമ്മികമായ ബാധ്യതയും നിറവേറ്റുവാൻ ആളുകൾ തയ്യാറാവുന്നില്ല. അതിനർത്ഥം അവർ കർത്തവ്യകർമ്മങ്ങളിൽ നിന്ന് വ്യതിചലിക്കുകയാണ്, അല്ലെങ്കിൽ അവരതിൽ നിന്ന് പിൻവലിയുകയാണ്. ഏതൊരു കർമ്മമാണോ നമ്മൾ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ളത് അതിനെ അനുഷ്ഠിക്കാതിരുന്നാലും നമുക്ക് ദോഷം കൊണ്ടുവരും. ചെയ്യേണ്ടതെല്ലാം ചെയ്തതിന് ശേഷമേ നമ്മൾ നമ്മളുടെ ഉദ്ഗതിക്കായിക്കൊണ്ട് അല്ലെങ്കിൽ ശ്രേയസ്സിനായിക്കൊണ്ട് പരിശ്രമിക്കാവൂ എന്നാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളുടെ വീട്ടിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ മക്കൾ ഇങ്ങനെയുള്ള ബന്ധങ്ങളെല്ലാം ഉണ്ട്. നമ്മളാൽ എന്തെല്ലാം കർമ്മങ്ങളാണോ അവർക്ക് വേണ്ടി ചെയ്യപ്പെടേണ്ടത് അതൊന്നും ചെയ്യാതെ ഇതൊന്നും എൻ്റെ ജോലിയല്ല എന്ന് പറഞ്ഞ് നമ്മൾ കേവലം ഗീത പഠിക്കുന്നതിൽ മാത്രം ശ്രദ്ധിച്ചതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് കുറച്ചുകൂടി വ്യക്തമാക്കി പറയാം. അതായത് ഏതെല്ലാം കർമ്മങ്ങളാണോ നമ്മളുടെ നിലനിൽപ്പിൽ അവശ്യം ചെയ്യപ്പെടേണ്ടത് അതൊന്നും ഉപേക്ഷിക്കുന്നത് കർത്തവ്യകർമ്മത്തിന് നിരക്കുന്നതല്ല. അതെല്ലാം നിഷ്കാമമായി യാതൊരു പ്രതിഫലവും ഇച്ഛിക്കാതെ ആർക്കാണോ ചെയ്യാൻ കഴിയുന്നത് അവരെയാണ് ഇവിടെ കർമ്മയോഗി എന്നും അല്ലെങ്കിൽ സന്യാസി എന്നും യോഗി എന്നും എല്ലാം വിവക്ഷിക്കുന്നത്. അങ്ങനെയുള്ള നിഷ്കാമകർമ്മം ചെയ്ത് വരുമ്പോഴാണ് ഒരാൾക്ക് മനസ്സിലെ എല്ലാ ആഗ്രഹങ്ങളെയും ഇല്ലായ്മ ചെയ്തുകൊണ്ട് ആ ഭഗവത് പദപ്രാപ്തിക്കായിട്ട് പരിശ്രമിക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഇവിടെ ഭഗവാൻ ഉപദേശിക്കുന്നത്. അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതി യഃ സസന്യാസീ ച യോഗീ ച ന നിരഗ്നിർന ചാക്രിയഃ യം സന്യാസമിതി പ്രാഹുർയോഗം തം വിദ്ധി പാണ്ഡവ നഹ്യസന്യസ്ത സങ്കൽപ്പോ യോഗീ ഭവതി കശ്ചന. യം സന്യാസം ഇതി പ്രാഹുഃ യോഗം തം വിദ്ധി പാണ്ഡവ നഹി അസന്യസ്ത സങ്കൽപ്പഃ യോഗീ ഭവതി കശ്ചന. യം സന്യാസമിതി പ്രാഹുഃ, ഏതൊന്നിനെയാണോ സന്യാസം എന്ന് പറയുന്നത്, തം വിദ്ധി യോഗം, അതിനെ യോഗമെന്നും അറിഞ്ഞാലും. എന്തുകൊണ്ടെന്നാൽ നഹി അസന്യസ്ത സങ്കല്പഃ, നശിക്കപ്പെടാത്ത അല്ലെങ്കിൽ ഉപേക്ഷിക്കാത്ത സങ്കല്പങ്ങളോടുകൂടിയ ഒരാൾക്ക് എങ്ങനെയാണ് യോഗിയായി തീരാൻ കഴിയുക? ഒരിക്കലും യോഗിയായി തീരാൻ സാധിക്കുന്നതല്ല. അപ്പോൾ മനസ്സിലുള്ള സങ്കല്പങ്ങൾ വികല്പങ്ങളെല്ലാമാണ് നമ്മളെ ഈ യോഗിയാവുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തുന്നത് അല്ലെങ്കിൽ തടഞ്ഞു നിർത്തുന്നത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്, കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ ആ കർമ്മഫലത്തെക്കുറിച്ചുള്ള നിരവധി സങ്കല്പങ്ങൾ ഉടലെടുക്കുന്നതാണ്. അതിനെല്ലാം നിയന്ത്രിക്കാൻ കഴിയുക എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുന്നതാണ് യോഗം അല്ലെങ്കിൽ സന്യാസം എന്നിവിടെ ഭഗവാൻ പറയുന്നു. ഇതിനും മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളെല്ലാം ഗൃഹസ്ഥാശ്രമികളാണ്. പല കർമ്മങ്ങളും നമ്മൾ അനുഷ്ഠിക്കുന്നതിൽ ഒന്നാണ് നമ്മളുടെ കുടുംബത്തിൻ്റെ പോഷണം. അത് അച്ഛനോ അമ്മയോ ആയിരിക്കുമ്പോൾ നമ്മളുടെ കുട്ടികളെല്ലാം പരിപോഷിപ്പിക്കുന്നു, അവർക്ക് വേണ്ടതായതെല്ലാം ചെയ്തു കൊടുക്കുന്നു, വരുമാനമുണ്ടാക്കുന്നു, അവരെ പോറ്റാനുള്ളതെല്ലാം കണ്ടെത്തുന്നു, അതെല്ലാം കൊടുക്കുന്നു. അവിടെ നമ്മളുടെ മനസ്സിൽ ഒരു ആഗ്രഹം കടന്നുകൂടുന്നു. കുറച്ച് കഴിയുമ്പോൾ ഇവർ വലുതായി വന്ന് അവരൊരു ജോലി കണ്ടെത്തി നമ്മളെ സംരക്ഷിക്കും എന്ന്. അപ്പോൾ അവിടെ ഒരു സങ്കല്പമുണ്ട്. എന്തിനു വേണ്ടിയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്, നല്ല രീതിയിൽ വളർത്തുന്നത് എന്ന് ചോദിച്ചാൽ, അത് നമ്മളുടെ വാർദ്ധക്യത്തിൽ നമ്മളെ സംരക്ഷിക്കുവാനാണ് എന്നുള്ളൊരു സങ്കല്പം അല്ലെങ്കിൽ ഒരു ആഗ്രഹം നമ്മളുടെ മനസ്സിൽ സ്വാഭാവികമായി വന്നു ചേരുന്നു. എല്ലാ ഗൃഹസ്ഥാശ്രമികൾക്കും ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ്. അതിലാരെയും പഴിക്കുന്നതിൽ അർത്ഥവുമില്ല. ഇതിൽ നിന്ന് നമുക്കൊന്നും ഒളിച്ചോടാൻ സാധിക്കുന്നതുമല്ല. പക്ഷേ എത്രത്തോളം നമ്മളുടെ മനസ്സ് അതിനോട് ഇഴുകിച്ചേരുന്നുവോ അത്രയേറെ ദുഃഖത്തിന് നമ്മൾ കാരണക്കാരായി തീരുകയാണ്. കാരണം ഒരു പരിധിവരെ സ്വയം പര്യാപ്തത നേടിയ
കുട്ടികളെ അവർ സ്വയം നിലനിൽക്കാനായിട്ട് അവസരം കൊടുക്കാതെ അപ്പോൾ നമ്മൾ അവരെ പരിചരിച്ച് പിന്താങ്ങി കൂടെ ചെല്ലുമ്പോൾ അവർക്ക് സ്വയം നിൽക്കാനുള്ള ആ ഒരു കഴിവ് നഷ്ടപ്പെടുക കൂടി ചെയ്യുന്നത്. അപ്പോഴെല്ലാം അവർ ചിന്തിക്കുന്നത് എന്താണെന്നാൽ ഇനിയും അവരെ മുന്നോട്ട് നയിക്കേണ്ടത് നമ്മൾ തന്നെയാണ് എന്നുള്ള ഒരു ചിന്ത അവരിൽ വന്നുകൂടും. അപ്പോൾ അവർക്ക് സ്വയം ചെയ്യാനുള്ള കഴിവ് കുറഞ്ഞ് ഒരു പക്ഷേ അത് നമ്മളെ വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ നയിക്കാം. അപ്പോൾ ആ സങ്കല്പങ്ങളെയെല്ലാം മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് നമ്മൾ എന്താണോ ഇപ്പോൾ ചെയ്യേണ്ടത് അത് ചെയ്തുകൊണ്ട് ആ മനസ്സിലെ സങ്കല്പങ്ങളൊക്കെ ഉപേക്ഷിക്കുക, ദൂരീകരിക്കുക. ആ ഒരു മാർഗത്തിൽ പോയാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കുകയുള്ളൂ. അതിനെയാണ് സന്യാസം എന്നും യോഗമെന്നും എല്ലാം ഭഗവാൻ ഇവിടെ വിശേഷിപ്പിക്കുന്നത്. യം സന്യാസമിതി പ്രാഹുർയോഗം തം വിദ്ധി പാണ്ഡവ നക്യസന്യസ്ത സങ്കൽപ്പോ യോഗീ ഭവതി കശ്ചന ആരുരക്ഷോർമുനേർയോഗം കർമ്മകാരണമുച്യതേ യോഗാരൂഢസ്യ തസ്യൈവ ശമഃ കാരണമുച്യതേ. ആരുരക്ഷോഃ മുനേഃ യോഗം, ആരുരുക്ഷോഃ മുനേഃ യോഗം കർമ്മകാരണമുച്യതേ യോഗാരൂഢസ്യ തസ്യ ഏവ ശമഃ കാരണം ഉച്യതേ. ആരുരുക്ഷോഃ കയറാൻ ഇച്ഛിക്കുന്ന, മുനേഃ യോഗം യോഗമാർഗത്തിലേക്ക് കയറാൻ ഇച്ഛിക്കുന്ന മുനിക്ക് കർമ്മ കാരണമുച്യതേ കർമ്മം കാരണമായി ഭവിക്കുന്നു, അല്ലെങ്കിൽ ഉപായമായി ഭവിക്കുന്നു, അതൊരു മാർഗമായി ഭവിക്കുന്നു. ഇനി യോഗാരൂഢസ്യ തസ്യ ഏവ, അയാൾ തന്നെ, ആ യോഗി തന്നെ യോഗത്തിൽ ആരൂഢനായിരിക്കുമ്പോൾ, യോഗത്തിലേക്ക് ഉയർന്നു കഴിയുമ്പോൾ, അതിൽ ആരോഹണം ചെയ്ത് കഴിയുമ്പോൾ അയാൾക്ക് പിന്നീടുള്ള ഉപായം ശമഃ കാരണം ഉച്യതേ. ശമം അല്ലെങ്കിൽ കാമവും ക്രോധവും ലോഭവും ഒന്നും ഇല്ലാത്ത മനസ്സിൻ്റെ അവസ്ഥയെ ശമം എന്ന് പറയും. ആ യോഗത്തിൽ ആരൂഢനായി നിൽക്കുന്ന അയാൾക്ക് പിന്നീടുള്ള ഉപായമാണ് ശമം എന്ന് പറയുന്നത്. അപ്പോൾ യോഗമാർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന മുനിക്ക് നിഷ്കാമകർമ്മം ഒരു ഉപായം തന്നെയാണ്. നിഷ്കാമകർമ്മങ്ങൾ അനുഷ്ഠിച്ച് വരുമ്പോഴാണ് മുനിക്ക് യോഗമാർഗത്തിലേക്ക് പോകുവാനുള്ള യോഗ്യത ലഭിക്കുന്നത്. അതേസമയം നിഷ്കാമകർമ്മം എപ്പോഴാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? വളരെ കാലം കർമ്മങ്ങൾ അനുഷ്ഠിച്ച് അതിൻ്റെ കർമ്മഫലങ്ങളൊക്കെ അനുഭവിച്ച് അതിൻ്റെ വ്യർത്ഥതകളെല്ലാം മനസ്സിലാക്കി കഴിയുമ്പോഴാണ് പിന്നീട് നമുക്ക് നിഷ്കാമകർമ്മം അനുഷ്ഠിക്കാൻ കഴിയും. അങ്ങനെ അപ്രകാരം കർമ്മയോഗം നിരവധി കാലം അനുഷ്ഠിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് യോഗത്തിലേക്ക് ആരൂഢനാകാനുള്ള അവസരം ലഭിക്കുക എന്ന് പറയുന്നു. ഇനി ആ മാർഗങ്ങളിലൂടെയെല്ലാം യോഗഭാവത്തിലേക്ക് ആരൂഢനായി അല്ലെങ്കിൽ കയറിയിരിക്കുന്ന അയാളെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അയാൾക്ക് ലക്ഷ്യത്തിലേക്ക് എത്തുവാനുള്ള മാർഗം ഏതെന്ന് ചോദിച്ചാൽ അതിനെയാണ് ശമം എന്ന് പറയുന്നത്. കാമക്രോധ ലോഭ മോഹ മതമാത്സര്യങ്ങളാകുന്ന ഷഡ്വൈരികളെ പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യുന്ന മനസ്സിൻ്റെ ഉടമയാണ് ഈ ശമം എന്ന് പറയുന്ന സമ്പത്തുള്ളയാൾ. ഇവിടെ കാമവും ക്രോധവും ലോഭവും മോഹവും മതവും മാത്സര്യവുമെല്ലാം ഏത് പ്രകാരത്തിൽ ഉണ്ടാകുന്നു എന്ന് നമ്മൾ കണ്ടു. ഗീതയിൽ തന്നെ ഭഗവാൻ അത് പറയുന്നുമുണ്ട്. ഏതിൽ നിന്നാണ് ഓരോന്നും ഉണ്ടാകുന്നതെന്നെല്ലാം വ്യക്തമായിട്ട് അവിടെ ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. കാമാത് ക്രോധോപജായതേ ക്രോധാത് ഭവതി സമ്മോഹ സമ്മോഹ സ്മൃതി വിഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി എന്നെല്ലാം അവിടെ പറയുന്നുമുണ്ട് ഭഗവാൻ. അപ്പോൾ ആ ശമം എന്ന് പറയുന്ന വാക്കുകൊണ്ട് അതിന് ആ സംഘം ഇല്ലാതിരിക്കുക, സംഘാത് സംജായതേ കാമ, ആ സംഘം തന്നെ അവിടെ നിരോധിക്കുമ്പോഴാണ് ബാക്കിയുള്ളതെല്ലാത്തിനെയും ദൂരെ നിർത്താൻ സാധിക്കുന്നത്. അപ്പോൾ ഈ സംഘവും കാമവും എല്ലാം ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഈ ശമം എന്ന് പറയുന്ന സമ്പത്ത്
വളരെയധികം ഉണ്ട് എന്ന് മനസ്സിലാക്കണം. എന്നാൽ എത്ര സന്യാസ അല്ലെങ്കിൽ യോഗ ആരൂഢനായിരിക്കുന്ന ഒരാളാണെങ്കിൽ പോലും അയാൾക്കും ഈ ശമവുമൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. അതിന് ശ്രീനാരായണ ഗുരുദേവൻ ആത്മോപദേശത്തിലൊരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഏത് പ്രകാരത്തിലാണ് ഒരു മുനിയെ ഇട്ട് പ്രകൃതി വട്ടം ചുഴറ്റുന്നത് എന്ന്. പ്രകൃതി പിടിച്ചു ചുഴറ്റിടും പ്രകാരം സുഹൃതികൾ പോലും അഹോ ചുഴന്നിടുന്നു, വികൃതി വിടുന്നതിനായി വേല ചെയ്വീൽ അകൃതി ഫലാഗ്രഹമറ്ററിഞ്ഞിടേണം. ഈ പ്രകൃതി പിടിച്ച് ചുഴറ്റിടും പ്രകാരം സുഹൃതികൾ പോലും അഹോ ചുഴന്നിടുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വയമേവ നമ്മളിൽ നിലീനമായിരിക്കുന്ന പ്രകൃതി നമ്മളെക്കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത് തന്നെ. തൽക്കാലം തടഞ്ഞു വെച്ചാലും ചിലപ്പോൾ അനുകൂലമായൊരു സാഹചര്യം വന്നാൽ അത് വീണ്ടും പുറത്ത് ചാടിയേക്കാം. അപ്പോൾ അതിന് അത്രയേറെ ശക്തമായിട്ട് നിയന്ത്രിക്കാൻ കഴിയുന്ന ആ ഒരു യോഗാരൂഢനായി ഭവിക്കണം എന്നുകൂടി ഇവിടെ നമുക്ക് ഒരു സൂചന ഭഗവാൻ തരുന്നതായിട്ട് മനസ്സിലാക്കണം. ആരുരുക്ഷോർ മുനേർ യോഗം കർമ്മകാരണമുച്യതേ, യോഗാരൂഢസ്യ തസ്യൈവ ശമകാരണമുച്യതേ. യഥാഹിനേന്ദ്രിയാർത്ഥേഷു ന കർമ്മസ്വനുഷജ്ജതേ, സർവസങ്കൽപ്പസന്യാസി യോഗാരൂഢസ്തദോച്യതേ. യഥാഹിന ഇന്ദ്രിയ അർത്ഥേഷു ന കർമ്മസു അനുഷജ്ജതേ, സർവസങ്കൽപ്പസന്യാസി യോഗാരൂഢഃ തഥാ ഉച്യതേ. യഥാ ന ഇന്ദ്രിയ അർത്ഥേഷു ന കർമ്മസ്വനുഷജ്ജതേ. ഇന്ദ്രിയാർത്ഥേഷു ഇന്ദ്രിയ വിഷയങ്ങളിൽ എപ്പോഴാണോ കർമ്മസു കർമ്മങ്ങളിലൊക്കെ ന അനുഷജ്ജതേ നമ്മൾ അതിനോട് ഒട്ടലില്ലാതെ വരുന്നത്, അല്ലെങ്കിൽ വിരക്തി ഇല്ലാത്തത്, അല്ലെങ്കിൽ ആസക്തി ഉള്ളത് എന്നുള്ള ആ അവസ്ഥയിൽ സർവസങ്കല്പസന്യാസി എല്ലാ സങ്കല്പങ്ങളെയും അപ്രകാരമുള്ള എല്ലാ സങ്കല്പങ്ങളെയും സമ്യക് ന്യാസി പൂർണ്ണമായും ത്യജിച്ചിരിക്കുന്ന അവൻ യോഗാരൂഢഃ തഥാ ഉച്യതേ, അയാളെയാണ് യോഗാരൂഢൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ദ്രിയ വിഷയങ്ങളിലും കർമ്മങ്ങളിലുമൊക്കെ ആരാണോ ആസക്തി വയ്ക്കാത്തത്, ഇപ്രകാരമുള്ള എല്ലാ സങ്കല്പങ്ങളിൽ നിന്നും മുക്തനായിരിക്കുന്നു അല്ലെങ്കിൽ ഉപേക്ഷിച്ചിരിക്കുന്ന അയാളെ യോഗാരൂഢൻ എന്ന് പറയപ്പെടുന്നു എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ ഇന്ദ്രിയ വിഷയങ്ങളിലും കർമ്മങ്ങളിലും എല്ലാം ആസക്തി വയ്ക്കുക എന്നുള്ളത് ലൗകികൻ്റെ രീതിയാണ്. ഈ ലൗകികമായ സുഖങ്ങളിൽ നിന്നെല്ലാം പൂർണ്ണമായും വിരക്തി വരുമ്പോൾ, അല്ലെങ്കിൽ എപ്പോഴാണോ അതിനെയെല്ലാം ഉപേക്ഷിക്കാനായിട്ട് ഒരു ആൾക്ക് സാധിക്കുന്നത്, അയാളെയാണ് യോഗാരൂഢൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു യോഗാരൂഢനാകണമെങ്കിൽ അയാൾക്ക് എല്ലാ കർമ്മങ്ങളിൽ നിന്നും ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നും ഒക്കെ പൂർണ്ണമായും വിരക്തനായി തീരുന്ന ഒരവസ്ഥയിലേക്ക് എത്തണം. അങ്ങനെ കർമ്മങ്ങളിലും ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നൊക്കെ വിരക്തനാകുമ്പോൾ അയാൾക്ക് അതിൻ്റെ കർമ്മഫലത്തോട് യാതൊരു ഒട്ടലും അല്ലെങ്കിൽ ഒരു സംഘവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. അപ്പോൾ എല്ലാ സങ്കല്പങ്ങളും ഉപേക്ഷിച്ചവനായി തീരും. ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ വെള്ളരി കാണുന്നു. ആ വെള്ളരി ആരും പിഴുതെടുക്കുന്നില്ല എങ്കിൽ അതവിടെ കിടന്ന് ഉണങ്ങി, ആദ്യം പഴുക്കും, അത് കഴിഞ്ഞ് ഉണങ്ങിക്കഴിഞ്ഞിട്ട് പൂർണ്ണമായിട്ട് ഉണങ്ങിക്കഴിയുമ്പോൾ അതിൻ്റെ ഞെട്ടിൽ നിന്ന് സ്വയം വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ത്രംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാൽ മൃത്യോർമുക്ഷീയ മാമൃതാത് എന്ന് പറഞ്ഞ് മൃത്യുഞ്ജയ മന്ത്രം ജപിക്കാറുണ്ട്. അതിൽ ഉർവാരുകം ഇവ ബന്ധനാൽ, ഈ പറഞ്ഞ എങ്ങനെയാണോ വെള്ളരി അതിൻ്റെ ഞെട്ടിൽ നിന്ന് അറ്റുപോകുന്നത്, പൂർണ്ണമായും അത് മൂത്ത് പഴുത്ത് ഉണങ്ങിയതിന് ശേഷമാണ് അത് വിട്ടുപോകുന്നത് എന്ന് പറഞ്ഞതുപോലെ, ഈ മൃത്യുഞ്ജയ മന്ത്രത്തിൽ പറയുന്നതും നമ്മളെ സ്വാഭാവികമായ ഈ മനുഷ്യായുസ് പൂർണ്ണമായും അനുഭവിച്ച്
അതിൻ്റെ എല്ലാ നല്ല ഫലങ്ങളെയും സ്വീകരിച്ചുകൊണ്ട് എപ്പോഴാണോ പൂർണ്ണമായും അത് ആവതില്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തുന്നത് അപ്പോൾ മാത്രമേ ശരീരത്തിന് ദേഹിയുടെ വിയോഗം ഉണ്ടാകാൻ പാടുള്ളൂ എന്നാണ് ആ പ്രാർത്ഥന. അതുവരേക്കും ദേഹിയും ദേഹവും ഒരുമിച്ച് നിൽക്കണം എന്നുള്ളൊരു പ്രാർത്ഥനയാണ് അതിലുള്ളത്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നമ്മളുടെ എല്ലാ സങ്കല്പങ്ങളെയും പൂർണ്ണമായും ഉപേക്ഷിച്ചുകൊണ്ട് ശരീരത്തിൻ്റെ നിലനിൽപ്പിന് മാത്രം ആവശ്യമായിരിക്കുന്ന കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്ന ഒരാൾ, അതും കർമ്മഫലത്തോട് തെല്ലും സംഘമില്ലാതെ അനുഷ്ഠിക്കുന്നയാളെയാണ് യോഗാരൂഢൻ എന്ന് ഭഗവാൻ ഇവിടെ വിശേഷിപ്പിക്കുന്നു. യഥാഹിനേന്ദ്രിയാർത്ഥേഷു ന കർമ്മസ്വനുഷജ്ജതേ സർവസങ്കൽപ്പ സന്യാസി യോഗാരൂഢസ്തദോച്യതേ. ഉദ്ധരേതാത്മനാത്മാനം നാത്മാനമവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധുരാത്മൈവ രിപുരാത്മനഃ. ഉദ്ധരേത് ആത്മനാ ആത്മാനം ന ആത്മാനം അവസാദയേത് ആത്മാ ഏവ ഹി ആത്മനഃ ബന്ധുഃ ആത്മാ ഏവ രിപുഃ ആത്മനഃ. ഉദ്ധരേത് ആത്മനാ ആത്മാനം, നമ്മളുടെ മനസ്സുകൊണ്ട് നമ്മളെ തന്നെ ഉയർത്തണം. ന ആത്മാനം അവസാദയേത്, നമ്മൾ നമ്മളെ തന്നെ ഒരിക്കലും താഴ്ത്താൻ ശ്രമിക്കരുത്. ആത്മാ ഏവ ഹി ആത്മനഃ ബന്ധു, നമുക്ക് നമ്മുടെ ബന്ധു നമ്മൾ തന്നെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിൻ്റെ ബന്ധു ആത്മാവ് തന്നെയാണ്. അതുപോലെ തന്നെ ആത്മാ ഏവ രിപുഹു ആത്മനഃ, ഈ ആത്മാവ് തന്നെയാണ് ശത്രുവായും ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിൽ തന്നെ രണ്ട് ഭാവങ്ങളുണ്ട്. ഒന്ന്, ഏതൊരു കാര്യം ചെയ്യാൻ പോകുമ്പോഴും അത് ചെയ്യണമെന്നൊരാൾ പറയുന്നു, മറ്റൊരാൾ അത് ചെയ്യരുതെന്ന് പറയുന്നു. ഇങ്ങനെ അവർ തമ്മിലുള്ള ഒരു വാദപ്രതിവാദങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. മിക്കവാറും ഏതാണോ അരുതാത്തത് അതിനെയാണ് പെട്ടെന്ന് ചെയ്യാനായിട്ടുള്ള ഉപദേശം നമുക്ക് ലഭിക്കുക. എന്തുകൊണ്ടെന്നാൽ അങ്ങനെയുള്ള കർമ്മങ്ങളാണ് നമ്മളെ ഇതുപോലെ സ്വയം താഴ്ത്താനായിട്ട് സഹായിക്കുന്നത്. അതാണിവിടെ ആത്മൈവ ബന്ധുഹു ആത്മൈവ രിപുഹു എന്നും പറഞ്ഞത്. നമുക്ക് നമ്മൾ തന്നെയാണ് ബന്ധുവായിട്ടുള്ളതും നമുക്ക് നമ്മൾ തന്നെയാണ് ശത്രുവായിട്ട് ഉള്ളതും എന്നാണ് പറയുന്നത്. ഇവിടെയും ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഒരാൾ നിരന്തരമായിട്ട് സ്വയം വിചാരിക്കുകയാണ്, എന്നെ ഒന്നിനും കൊള്ളില്ല, അല്ലെങ്കിൽ എനിക്ക് കാണാൻ ഒരു ഭംഗിയുമില്ല, അല്ലെങ്കിൽ ഞാൻ തീരെ ദരിദ്രനാണ്, എനിക്കൊന്നും അറിയില്ല. ഇങ്ങനെ നിരവധി ഇല്ലായ്മകളും വല്ലായ്മകളും ഒക്കെ സ്വയം തന്നിൽ തന്നെ ആരോപിക്കും. എന്നാൽ എന്തൊക്കെയോ നല്ല ഗുണങ്ങൾ അയാളിൽ ഉണ്ടായിരിക്കാം, അതൊന്നും കാണാതെയും പോകും. അപ്പോൾ ഏതൊരു നല്ല അവസരം വന്നാലും അവിടേക്കൊന്നും ഉയരാനായിട്ട് ഇയാളിലെ ഈ അപകർഷതാബോധം അനുവദിക്കില്ല. എന്ന് പറഞ്ഞാൽ അവസരം കിട്ടിയിട്ടും അയാൾക്ക് ഉയരാനായിട്ട് സാധിക്കാത്തത് അയാൾ സ്വയം ഞാനിതിനൊന്നും പ്രാപ്തനല്ല എന്നുള്ള ചിന്ത മൂലമാണ്. അതേസമയം എനിക്കിത് സാധിക്കും എന്നാണ് ഏതൊരു കാര്യത്തെയും സമീപിക്കുമ്പോൾ അയാളുടെ മനസ്സിൽ തോന്നുന്നതെങ്കിൽ പലതവണ പരീക്ഷിച്ചതിന് ശേഷം അയാൾക്ക് ഒരു തവണ സാധിച്ചു എന്നും വരാം. ഒരുപക്ഷെ അത് അയാളുടെ ഏറ്റവും ഉന്നതിക്കുള്ള മാർഗമായി ഭവിച്ചു എന്നും വരാം. അപ്പോൾ ഇവിടെ പറയുന്നത് അതുതന്നെയാണ്, നമുക്ക് നമ്മൾ തന്നെയാണ് ശത്രുവായും മിത്രമായും ഉള്ളത്. അതുകൊണ്ട് ആരും സ്വയം തന്നെ ഇടിച്ചു താഴ്ത്താൻ ശ്രമിക്കരുത്. പകരം നമ്മൾ നമ്മളെ ഉയർത്തുവാനാണ് പരിശ്രമിക്കേണ്ടത്. കാരണം നമുക്ക് നമ്മൾ തന്നെയാണ് മിത്രമായും ശത്രുവായും ഇരിക്കുന്നത്. ഏതൊരു മനസ്സാണോ നമ്മളെ ഉയർത്താൻ സഹായിക്കുന്നത് അതാണ് നമ്മളുടെ മിത്രം. ഏതൊരു മനസ്സാണോ നമ്മളെ ഇകഴ്ത്താൻ സഹായിക്കുന്നത് അത് നമ്മളുടെ ശത്രുവാണെന്ന് അറിയണം. ഇപ്പോൾ രാമായണ പാരായണത്തിനെല്ലാം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഈ യുദ്ധത്തിൻ്റെ രംഗത്തെല്ലാം അവിടെ പലരും വന്ന് രാവണനോട് ഉപദേശിക്കുന്നുണ്ട്. രാവണ, സീതയെ കൊണ്ട് തിരിച്ചു കൊടുത്തിട്ട് രാമൻ്റെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിക്കൂ. ആര് ചെന്ന് ഭഗവാന്റെ പാദങ്ങളിൽ വീണാലും അവരെയൊക്കെ സംരക്ഷിക്കുന്നയാളാണ് ശ്രീരാമൻ എന്നെല്ലാം പറഞ്ഞിട്ട് പോലും
ഈ രാവണന് അപ്രകാരം ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം അയാളിലുള്ള ഞാനെന്ന ആ ഭാവം അത്രയ്ക്കും ഉന്നതയിൽ നിൽക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് സ്വയം ആരുടെയും മുൻപിൽ തോൽക്കരുത് എന്നുള്ള അഹങ്കാരം കൊണ്ടവിടെ അദ്ദേഹത്തിന് രാമൻ്റെ മുമ്പിൽ താഴ്ന്നു കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അതാണ് ആ മനസ്സ് തന്നെയാണ് അയാൾക്ക് അവിടെ ശത്രുവായി വരുന്നത്. എന്നാൽ സതുപദേശം കൊടുക്കുന്ന ആളുകൾ വിഭീഷണൻ, ശുകൻ, കുംഭകർണൻ ഒക്കെ ഉപദേശിക്കുന്നുണ്ട്. അതിനനുസരിച്ച് മുന്നോട്ട് പോയാൽ അയാൾക്ക് നല്ല ഗതി വന്നേനെ. പക്ഷേ അവരുടെ ഉപദേശങ്ങളൊന്നും കൈക്കൊള്ളുവാനായിട്ട് രാവണൻ തയ്യാറാവുന്നില്ല. അല്ലെങ്കിൽ തന്നെയും ഏതൊരാൾക്കാണോ കഷ്ടകാലം അടുത്തിരിക്കുന്നത് അയാൾക്ക് സജ്ജനങ്ങളുടെ ഉപദേശം സ്വീകരിക്കാൻ കഴിയാറുമില്ല. അതുതന്നെയാണ് ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് സ്വയം നമ്മെ തന്നെ താഴ്ത്താതിരിക്കുക, സ്വയം നമ്മളെ ഉയർത്താനായിട്ടാണ് പരിശ്രമിക്കേണ്ടത്. കാരണം നമുക്ക് നമ്മൾ തന്നെയാണ് മിത്രമായും ശത്രുവായും ഉള്ളത്. ഉദ്ധരേതാത്മനാത്മാനം നാത്മാനമവസാദയേ ആത്മൈവാഹ്യാത്മനോ ബന്ധുരാത്മൈവരിപുരാത്മനഃ കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനൈവാ പ്രകൃതിർസ്വഭാവാൽ കരോമി യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.